Hi everyone, Business Buzzന്റെ How to Sell on Amazon എന്ന ഈ ഒരു കോഴ്സിലെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് നിങ്ങൾക്ക് മുകളിലുള്ള ഐ കാർഡിൽ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ബൾക്ക് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. How to list your products എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ കണ്ടത് എങ്ങനെയാണ് സിംഗിൾ ആയിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ലിസ്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ ആയിട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്നത് ഫയൽ അപ്ലോഡ് വഴിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിന് ബാർകോഡ്സ് ഉള്ള പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഇല്ലാത്ത പ്രൊഡക്ട്സ് ആയിക്കോട്ടെ GTIN എക്സംഷൻ എടുത്തതായിക്കോട്ടെ എന്തായാലും ശരി നമുക്ക് ഫയൽ അപ്ലോഡ് വഴി ലിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഇൻവെൻട്രിയിൽ ആഡ് പ്രൊഡക്ട്സ് വിയ അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ സെൽ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാറ്റഗറി വൈസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൗസ് നോഡ് നമുക്ക് ലഭിക്കും. അതാണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പ്രൊഡക്റ്റ് പെറ്റ് സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ പെറ്റ് സപ്ലൈസ് അടിക്കുക. അതിന് എൻ്റെ പ്രൊഡക്റ്റ് എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അടുത്ത കാറ്റഗറി എനിക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ബ്രൗസ് നോഡ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഫൈൻഡ് ചെയ്യുന്നത് ആ ഒരു റൂട്ട് തന്നെയാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, അതിനൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബ്രൗസ് നോഡ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാണുന്ന സമ്മറി ഓഫ് യുവർ സെലക്റ്റഡ് പ്രൊഡക്ട്സ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ആ സെക്ഷൻസ് എല്ലാതും ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒറ്റ സെക്ഷനിൽ തന്നെ കംപ്ലീറ്റ് പ്രൊഡക്റ്റിൻ്റെയും ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് സെല് ചെയ്യാനായിട്ട് എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ എളുപ്പം ഈ ഒരു സെക്ഷനിൽ തന്നെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിൻ്റെയും കാറ്റഗറി വൈസുള്ള ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാം ഫില്ല് ചെയ്ത് ഒറ്റ സെക്ഷനിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ടെംപ്ലേറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആവശ്യം എന്നുള്ളതാണ്. നിങ്ങളിവിടെ കസ്റ്റം ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട് ആണോ നിങ്ങൾക്ക് ആ ഒരു ടെംപ്ലേറ്റിനകത്ത് വരേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കുള്ള ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കസ്റ്റമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ഏതൊക്കെ ഫീൽഡാണ് ഇതിനകത്ത് വരേണ്ടത് എന്നുള്ളത്. ഒരു ആട്രിബ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ, നടുവിൽ കാണുന്ന ആഡ് എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് സെലക്റ്റഡ് ആട്രിബ്യൂട്ട് ഗ്രൂപ്പ്സ് എന്നുള്ളിടത്തേക്ക് പോകും. അതിനുശേഷം നമ്മൾ ജനറേറ്റ് ടെംപ്ലേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ടെംപ്ലേറ്റിനകത്ത് ഈ ഫീൽഡുകൾ മാത്രമേ കാണുകയുള്ളൂ. ഈ ഒരു ടെംപ്ലേറ്റിനകത്ത് ഈ ഒരു കസ്റ്റമായിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ടെംപ്ലേറ്റിനകത്ത് ഓൾറെഡി റിക്വയർഡ് ഫീൽഡ്സ് എല്ലാതും ഉണ്ടായിരിക്കും. അതിന് പുറമേ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷണൽ ഫീൽഡ്സ് ആണ് ഫില്ല് ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് വെച്ചാൽ അതിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ തന്നെയാണ് പോകുന്നത്. അതിനുശേഷം ജനറേറ്റ് ടെംപ്ലേറ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ ആ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആവുന്നതാണ്. ഈ ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എല്ലാ സെല്ലേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ഒരു ഫയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ബാധകമായിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആവുന്നതാണ്. ഈ ഒരു ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ റോല് ഒരു റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് താഴേക്കും കൊടുത്തിട്ടുള്ള ഈ കളറിലുള്ള ഫീൽഡുകളെല്ലാതും മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന് ബാധകമായിട്ടുള്ള ഫീൽഡുകൾ ഫില്ല് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ താഴേക്ക് പോകും തോറും പല കളേഴ്സിൽ സെക്ഷൻസ് കാണാം. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരെയുള്ളത് റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. പിന്നെ ഇവിടെ യെല്ലോ ഷെയ്ഡിലുള്ളത് ഇമേജസ് ആണ്. ഈ പിങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളതിൽ വേരിയേഷൻ ആണ് നൽകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് വേരിയേഷൻസ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആ ഒരു കളറിലുള്ള ഫീൽഡുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളത് ഐറ്റം ഡിസ്കവറി ഇൻഫർമേഷൻ ആണ്. കസ്റ്റമറിന് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്താനായിട്ട് സഹായകരമായിട്ടുള്ള ഫീൽഡുകളാണ് അതെല്ലാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്താനായിട്ട് അത് സഹായിക്കും. ഇനി ഇവിടെ താഴെ നമ്മൾ ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെംപ്ലേറ്റ്
ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ പ്രൊഡക്റ്റ് ടൈപ്പാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺ ആരോയിൽ കാണുന്ന ഡാറ്റ അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലാ ഫീൽഡുകളിലേക്കും കിട്ടുന്നതാണ്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് അത്രയും പ്രൊഡക്ട്സിന് ആവശ്യമായിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങളുടെ സെല്ലർ SKU ആണ്. സെല്ലർ SKU കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രാൻഡ് നെയിം അടിച്ചു കൊടുക്കുക. പ്രൊഡക്റ്റ് ID നൽകുക. പ്രൊഡക്റ്റ് ID നൽകുന്നതിന് മുമ്പായിട്ട് പ്രൊഡക്റ്റ് ID ടൈപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഇതിനായിട്ട് ഞാൻ ബാക്കിയുള്ള ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം റിമൂവ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഐറ്റം മാത്രം ലിസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതിനും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാൻഡ് നെയിം അടിച്ചു. ഇനി നിങ്ങൾ നൽകേണ്ടത് പ്രൊഡക്റ്റ് ID ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്കിനി കറക്ഷൻസ് വീണ്ടും വരുത്താനുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂവിൽ പോയിട്ട് അൺപ്രൊട്ടക്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വീണ്ടും അത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ID ടൈപ്പ് ബാർകോഡ് ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്രൊഡക്റ്റ് ID നൽകുക. ഐറ്റം നെയിം എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാനുഫാക്ചറിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നൽകേണ്ടത് മാനുഫാക്ചറർ പാർട്ട് നമ്പറാണ്. അതുണ്ടെങ്കിൽ അത് നൽകുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിന് ബാധകമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നൽകേണ്ടത് റെക്കമെൻഡഡ് ബ്രൗസ് നോഡാണ്. അത് നിങ്ങൾ ഈ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്താണോ കാണുന്നത് അത് ക്ലിക്ക് ചെയ്യാം. ഇൻ കേസ് ഇനി നിങ്ങൾ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് കാറ്റഗറീസ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ നമ്പേഴ്സ് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ മാത്രമേ കാണിച്ചുള്ളൂ, റെക്കമെൻഡഡ് ബ്രൗസ് നോഡ് എന്ന് പറഞ്ഞ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ഒരു സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസ് നോഡും പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളതും കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് നോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ സമ്മറി കാണുന്നുണ്ടല്ലോ, സമ്മറി ഓഫ് യുവർ സെലക്റ്റഡ് പ്രൊഡക്ട്സ് എന്നുള്ളിടത്ത് പ്രൊഡക്റ്റ് ടൈപ്പ് കാണിക്കുന്നുണ്ട്, നോഡ് ID കാണിക്കുന്നുണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പാത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ബ്രൗസ് നോഡ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കളർ ഏതാണെന്നുള്ളതാണ് നൽകേണ്ടത്. അപ്പോൾ കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കളർ മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനി യൂണിറ്റ് കൗണ്ട്, ഈ ഒരു ലിസ്റ്റിങ്ങിനകത്ത് എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. കൺട്രി ഓഫ് ഒറിജിൻ സെലക്ട് ചെയ്യുക. ഇനിയുള്ള ഫീൽഡുകൾ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫീൽഡുകളാണ്. അപ്പോൾ നിങ്ങൾക്കിത് നെസസറി ആയിട്ട് വരില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ HSN കോഡ് ചോദിക്കുന്നുണ്ട്. HSN എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് നൽകുക, ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നൽകുക, എത്ര ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ MRP എത്രയാണെന്നുള്ളത് നൽകുക. അതിനുശേഷം നിങ്ങളുടെ മെയിൻ ഇമേജിൻ്റെ URL നൽകുക. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് ഏജ് റേഞ്ച് ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു യെല്ലോ സെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ ഒരു യെല്ലോ ഫീൽഡിലുള്ളത് എന്ന് പറയുന്നത് ഇമേജസ് ആണ്, പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ പല പല കളറിലാണ് അടുത്ത ഫീൽഡുകളെല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബേസിക്കായിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ളൂ. ഇനി ഇവിടെ അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് അപ്ഡേറ്റ് നൽകാം. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രൊഡക്റ്റ് കെയർ ഇൻസ്ട്രക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നൽകാം. അപ്പോൾ ആവശ്യത്തിനുള്ള ആട്രിബ്യൂട്ടുകളെല്ലാം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നമുക്കിനി ഇത് സേവ് ചെയ്യാം. ഈ ഒരു ഷീറ്റ് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് യുവർ ഇൻവെൻട്രി ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവെൻട്രി ഫയൽസ് ഫോർ സ്പെസിഫിക് കാറ്റഗറീസ് എന്നാണുള്ളത്. അത് തന്നെയല്ലേ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ പുതിയ ലിസ്റ്റിങ്ങുകൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഫയൽ ടൈപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സൽ ഷീറ്റ് ആണെങ്കിൽ അവിടെ എക്സൽ എന്നുള്ള ഫോമാറ്റ് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫയലായിട്ടാണ് നിങ്ങൾ സേവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ടെംപ്ലേറ്റ് എക്സൽ ഷീറ്റായിട്ട് തന്നെ സേവ് ചെയ്യാനാണ് ആമസോൺ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട്
ശ്രദ്ധിക്കുക. ഇനി അത് നിങ്ങൾ ടെക്സ്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്തതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്നത് എക്സൽ ആണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ID ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർ സപ്പോർട്ടുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബാച്ച് ID പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം അപ്ലോഡ് സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്ലോഡ് സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ലിസ്റ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫയലിൽ വേറെ എറേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആഡ് ചെയ്യാൻ ശ്രമിച്ച പ്രൊഡക്ട്സ് എല്ലാതും നമ്മുടെ മാനേജ് ഇൻവെൻട്രി എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻട്രിയിൽ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണോ സ്റ്റോക്കിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ആക്റ്റീവായിട്ടും സ്റ്റോക്കിലില്ലാത്ത പ്രൊഡക്ട്സ് എല്ലാതും ഇനാക്റ്റീവായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫയൽ അപ്ലോഡ് വഴി പ്രൊഡക്ട്സ് ബൾക്കായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഒരുപാട് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫയൽ അപ്ലോഡ് നിങ്ങൾക്ക് ഉപകരിക്കും.